الشيخ أحمد الكبير الرفاعي قدس الله سره العزيز അവിടുത്തെ മദഹ് കൊണ്ട് അനുഗ്രഹീതമാകുന്ന മജ്ലിസ് അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. കട്ടുപാറ ഉസ്താദിൻ്റെ മജ്ലിസിലേക്ക് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷമുള്ള മജ്ലിസാണ്. അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കാണുന്ന മുറിയിൽ കുറച്ച് ആളുകളെ കൊണ്ട് അന്ന് എൻ്റെ കയ്യിൽ 3 മുത്തഅല്ലിമീങ്ങളുള്ളത്. അന്ന് തേച്ചിട്ടില്ല. ആ കല്ലിൻ്റെ പടവുകൾ വരെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ മജ്ലിസ് അൽഹംദുലില്ലാഹ് അത് ഈ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ ആള് കൂടുതലല്ല, വണ്ണം കൊണ്ടല്ല, അതിനേക്കാൾ ഹൃദയം കൊണ്ട് അടുത്തൊരു മജ്ലിസായി അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. കുറേ മുത്തഅല്ലിമീങ്ങൾ, ഏറ്റവും നാം ശ്രദ്ധിക്കേണ്ട ഒന്ന് മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാത്ത അനുഗ്രഹമാണ്. മുത്തഅല്ലിമീങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹു വല്ലാതെ ഭാഗ്യം നൽകിയാണ്. നിങ്ങളുടെ നാട്ടിൽപ്പെട്ട കുതിരയായി നടക്കുന്ന കുട്ടികളെ പോലെയല്ല അല്ലാഹു നിങ്ങളെ ആക്കിയിട്ടുള്ളത്. ഇൽമുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് ഉപകരിക്കുന്ന മഹാന്മാരോട് കൂടെ ചേരാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു തീയിലിങ്ങനെ കാരിരുമ്പിനെ കാണിക്കുമ്പോൾ ആ ഇരുമ്പിന് പോലും കുറച്ചു നേരം തീയുമായി ബന്ധപ്പെടുമ്പോൾ ആ ഇരുമ്പിന് പോലും ആ തീയിൻ്റെ ഒരു സ്വഭാവം ഈ ഇരുമ്പിന് വരുന്നുണ്ട് അല്ലേ? കുറച്ചു നേരം ഇങ്ങനെ തീയിലിങ്ങനെ കാണിച്ചാൽ ആ ഇരുമ്പിനെ തൊട്ടു നോക്കിയാൽ ചൂടുണ്ടാകും. ഏതിൻ്റെ സ്വഭാവമായിരുന്നു അത്? തീയിൻ്റെ സ്വഭാവമായിരുന്നു. ആ തീയിൻ്റെ സ്വഭാവം ഈ കാരിരുമ്പിലേക്ക് വന്ന് കുറച്ചു നേരം കൂടിയപ്പോഴാണ് മോശം കൽബിൻ്റെ ഉടമകളാകുന്ന നമുക്കൊക്കെ മഹാന്മാരുടെ മജ്ലിസുമായി ബന്ധപ്പെട്ടാൽ ആ മഹാന്മാരുടെ സ്വഭാവത്തിൻ്റെ നല്ലൊരു കിരണം നമുക്ക് കിട്ടും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെയാണ്, ആ സുഹബത്താണ് നമ്മുടെ യുദ്ധം കൊണ്ടൊക്കെ ഞങ്ങളൊക്കെ അഭിമന്യരായ തോഫി